അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാനൊന്ന് പോണത്. ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കളിച്ചാണ്, അപ്പൊ ഒന്ന് വീണ് പൊട്ടി. അധികം നിർമ്മിക്കണ്ട, നമുക്ക് വില്ലേജിന്റെ അവിടേക്ക് പോവാം. ഹായ്. 3-3.5 വർഷം ഞാൻ എവിടെ പോയി? എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നത്. പാട്ട് പാടി നടന്നു. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് യൂട്യൂബിലേക്ക്. എന്റെ കണ്ണെന്താ റെഡായിരിക്കണെന്നല്ലേ. ഇപ്പൊ ഒരു സാധനം വരും. ഇങ്ങനെയൊക്കെ തുമ്മലുണ്ടാവും. എന്നാലും നമ്മള് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അധികം ഇത് വരുത്താനായിട്ട് പാടില്ല. എന്തൊരു കഷ്ടം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വ്ളോഗിങ് തുടങ്ങിയത് ക്രിസ്മസ് വില്ലേജിന്റെ വ്ളോഗിൽ നിന്നാണ്. അപ്പോ വീണ്ടും നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ ആ ക്രിസ്മസ് വില്ലേജിന്റെ വീഡിയോ തന്നെ തുടങ്ങിയാലെന്ന് കരുതി. അതുകൊണ്ടാ ഇങ്ങനെ. അറിയാം, ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു മാസമായിരുന്നു. എനിക്ക് അറിയാം അപ്ലോഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, വായിൽ പീറ്റി പോയ പോലെയാ സൗണ്ട്. എന്താ ചെയ്യാൻ പറ്റാ. പക്ഷെ ഇനിയും ഈ വീഡിയോ ഇടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് തുടങ്ങില്ല, ഒന്നും ചെയ്യില്ല. ക്രിസ്മസിനുള്ള വ്ളോഗ് ഓണത്തിനിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടാൻ വെച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ അധികം പറഞ്ഞ് ഒന്നും പറയണില്ല. നേരെ എന്തായിരുന്നു ഇപ്രാവശ്യം ക്രിസ്മസ് വില്ലേജിന് ഞാൻ ചെയ്തത്, ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്തു, പിന്നെ ഫാമിലിയിലെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളും എത്ര സന്തോഷങ്ങളും ഉണ്ടായെന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ, ഹലോ ഗൈസ്, ദിസ് ഈസ് ദ ഡേ 1 ഓഫ് പുൽക്കൂട് മേക്കിംഗ്. അപ്പൊ നമ്മള് ഇന്ന് എന്താ ചെയ്യാൻ പോണേ, ഇന്ന് എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മളിന്ന് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്താൻ പോണ്. ഇന്ന് ഡിസംബർ 16. ഇന്നൊട്ട് 17, 18, 19, 20, 21, 22, 23, 24, 25 9 ദിവസമുണ്ട്. 9 ദിവസത്തിനുള്ളിൽ നമ്മൾ പുൽക്കൂട് പണിയാനായിട്ട് നോക്കുന്നത്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് വില്ലേജ് പണിയാനായിട്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു, നമ്മളെല്ലാവരും. പക്ഷേ ഈ പ്രാവശ്യം ഒരു ചലഞ്ചാണ്. ഞാനിത് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. അതും എവിടെ? ഇതാണ് നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. ഈ ഭാഗത്തായിട്ട് ക്രിസ്മസ് വില്ലേജ് പണിയാനായിട്ടുള്ള നമ്മുടെ ഒരു ഉദ്ദേശം. അതിന് ഏരിയ സെറ്റാക്കുക എന്നുള്ളതാണ്, വൃത്തിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചടങ്ങ്. അപ്പോൾ വൃത്തിയാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? വൃത്തിയാക്കാനുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് സ്റ്റോർ റൂമിലേക്കാണ്. സ്റ്റോർ റൂം എവിടെയുള്ളത്? ഇവിടെ ഒടുക്കത്തിരുട്ടും. നമ്മൾ ലൈറ്റ് ഇടാം, ഷോക്ക് അടിക്കേണ്ടിരുന്നാൽ മതി. അയ്യോ, ലൈറ്റ് ഇല്ല. ആ, ഇവിടെ സ്റ്റോർ റൂമാണുള്ളത്. നമ്മുടെ ഈ മൺവെട്ടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അവിടെ കാണിക്കാം. യെസ്, മൺവെട്ടി. ഇതിൽ നമ്മളിനി അവിടെ വൃത്തിയാക്കാനായിട്ട് പോകണം. വൃത്തിയാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്നിട്ടെന്ത് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ മണ്ണ് വെട്ടി തുടങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശരിയായി. അങ്ങനെ 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 വെട്ടി 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 അവസാനം ഒരു പരുവാക്കി. നമ്മളപ്പോ കിളച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കുമ്പോൾ മലകൾ മാത്രം ഉണ്ടാക്കിയ പോരാ, പുഴകളും വേണം. അപ്പൊ പുഴ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അങ്ങനെ പുഴ വെട്ടാനായിട്ട് നോക്കിയപ്പോഴാണ് അടുത്ത പ്രശ്നങ്ങളോട് പ്രശ്നം. പുഴയ്ക്ക് അധികം ആഴം കൊടുക്കാൻ പറ്റില്ല. അവിടെ എന്തോ പണ്ടത്തെ വീടിന്റെ തറ ഉള്ളതുകൊണ്ട് നമുക്കധികം ആഴം കൊടുക്കാനായിട്ട് പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്നാലും. അങ്ങനെ മനസ്സിനെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും വെട്ടാൻ തുടങ്ങി. വെട്ടലോട് വെട്ടൽ. ഇത് കണ്ടോ, നമ്മുടെ പുഴയ്ക്ക് അധികം ആഴം കൊടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ പണ്ടത്തെ വീടിൻ്റെ തറ ഉള്ളതുകൊണ്ട് ഇത്ര ആഴം നമ്മുടെ പുഴയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊരു പണിയായല്ലോ. ഇവിടെ കുറേ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പാമ്പില്ലാന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കുറച്ചേശായിട്ട് പാമ്പൊന്നുമില്ലാന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലത്തെ ഇഷ്ടികകൾ നമ്മളവിടെ വെച്ചിട്ട് മലയായിട്ട് പണിയാൻ പോവാണ്. 2 ഇഷ്ടിക നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് പറ്റുമോ നോക്കാം. പറ്റില്ല. അപ്പോൾ 2 എടുത്തിട്ട് തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണ് കൊണ്ടുവന്നിടാനായിട്ട് തുടങ്ങി. വീണ്ടും കൊണ്ടുവരുന്നു. അങ്ങനെ എളുപ്പല്ലാട്ടാ ഇജാതി പണി ചെയ്യണത്. പക്ഷെ എളുപ്പമായിട്ട് നേടുന്ന കാര്യത്തിന് എന്താ ഒരു വാല്യൂ ഉള്ളല്ലേ. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെടണം. എന്തായാലും എന്തിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവണം. ലൈഫ് ലെസൺ ബൈ അമൻ സഗർ. ഇനി എവിടെയൊക്കെ മല വരണം, പിന്നെന്താ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം. അതാണ് നല്ലത് അല്ലേ. അപ്പോൾ നമ്മൾ പോയിട്ട് മുഖം കഴുകുക. കയ്യൊക്കെ കഴുകാൻ. അയ്യോ, മണ്ണിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ.
ഹലോ, ഇപ്പൊ സമയം വൈകുന്നേരം 6:50 പറയും. അമ്മ ഇപ്പൊ വന്നിട്ടുണ്ട്. അമ്മ ബാങ്കിൽ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. അമ്മ ഇങ്ങോട്ട് വന്നമ്മ, ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ എന്തിട്ട് ഉണ്ടാക്കാൻ പോണി നോക്ക്. ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കാൻ പോണി ഞാൻ. പിന്നെ അതിന്റെ അവിടെ അല്ലേ അവിടെ ഞാൻ കുഴിച്ചമ്മ. അമ്മ ഇവിടെ ഞാൻ ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കും. എനിക്കറിയാം, കണ്ട ഡേ 1 തന്നെ നമ്മൾക്ക് ഇങ്ങനെ പ്ലാനിങ് ഇങ്ങനെ പോകുന്നത് എന്തൊരു കഷ്ടമാണ്. പുഴ വേണ്ട അല്ലേ? പുഴ വേണോ? പുഴ വേണോ? പുഴ എനിക്കൊന്നും വേണ്ട. ക്രിസ്മസ് വില്ലേജ് വേണ്ട. വേണ്ട, ഞാൻ ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കും. അമ്മയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞു. പക്ഷെ നമ്മൾ മാനിക്കുന്നതായിരിക്കില്ല നമ്മുടെ വാക്കുകൾ. ശരി, ബൈ. ദിസ് ഈസ് ദ ഡേ 2 ഓഫ് പുൽക്കൂട് മേക്കിംഗ്. സമയം വൈകിട്ട് 6:30. ഒരു പ്രോഗ്രസ് പോലും നടത്തിയിട്ടില്ലെന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന എടുത്തിട്ട് നമ്മൾ ഉറങ്ങിപ്പോയി. ഇന്നപ്പോൾ പ്ലാനിങ് കൊണ്ട് മാത്രം നമ്മൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രം നോക്കാൻ പറ്റുള്ളൂ. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഇവൻ പറച്ചില് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്യുന്നറിയാണ്ട് ഇങ്ങനെ വെറുതെ ഹാളിൽ ഇങ്ങനെ കിടന്നോണ്ടിരിക്കണേ. പുറത്ത് അമ്മ വന്നിട്ടുണ്ട്. അമ്മനോട് ചോദിച്ചാലോ? ആയി അമ്മ, ഭക്ഷണം കഴിച്ചാ? ഇവിടെ എന്തായി അമ്മ പുൽക്കൂട്? ഒന്ന് അത് കേട്ട് മനസ്സൊന്ന് തകർന്നെങ്കിലും വീണ്ടും ചോദിച്ചു. അപ്പ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ വാക്കുകൾ പണിയെടുക്കാനുള്ള മോട്ടിവേഷൻ തന്നെങ്കിലും പക്ഷെ നടന്നത്. ഹായ്, അടുത്ത ദിവസമായി ഞാൻ കുറച്ച് താടിയൊക്കെ ട്രിം ചെയ്തു. കണ്ടോ, സമയം എത്ര അധികമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടൊരു മനസ്സോ ഒന്നും തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടത്? നമ്മുടെ മനസ്സ് ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് അല്ലാത്തപ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോകുന്നത്. ഇനി മുതൽ വിട്ടുപോകില്ല, ഇനി മുതൽ നിന്നു പോകില്ല, ഇനി അങ്ങോട്ട് മുന്നോട്ട് മാത്രം. ലെറ്റ്സ് ഗോ. അങ്ങനെ ആദ്യം അമ്മാവനോട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. പുൽക്കൂടിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു മിനിറ്റ്. ഈ പെട്ടിയുടെ ഉള്ളിലാണ് സംഭവം. നമ്മളത് ഇവിടെ വെച്ച് തന്നെ തുറക്കാനുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ പറഞ്ഞതെല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഈ സംഭവം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ള? അമ്മ മുല്ലത്തറയ്ക്ക് മാല ഇടിച്ചോണ്ടിരിക്കുന്നു. അമ്മയുടെ ഐഡിയയിൽ ഇടണം. അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കാനായിട്ട് എക്സ്പെർട്ടായിട്ട് അത് കണ്ടുപിടിച്ചോളാം. എന്താണ് ചിത്രം എടുത്തിട്ടുണ്ടെന്ന്? 100 ഇത് ഇതിലെവിടെ കൊണ്ടുവന്നിടാൻ? ഇത് മൊത്തം ഇടാൻ ഇതില്. അങ്ങനെ എനിക്കിതിൽ തനിയെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അച്ചാച്ചനും അമ്മാമയും ജോയിൻ ദ ചാറ്റ്. ഇഷ്ടപ്പെട്ടാ? അങ്ങനെ അധ്വാനത്തിൻ്റെ സമയം കഴിഞ്ഞു. ഇനി കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സമയമാണ്. അപ്പോൾ അമ്മനെയും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എവിടേക്കാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? ഒരു ചെറിയൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. കുറേ നാളായിട്ട് അമ്മ ഫ്രിഡ്ജ് വാങ്ങുമെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ വിലയൊക്കെ കേട്ട് നോക്കിയിരിക്കണം. അവസാനം നമ്മുടെ ഇഷ്ടപ്രകാരം ഈ ഫ്രിഡ്ജ് അങ്ങോട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഓക്കെ ആക്കിയിട്ട് അവിടെ എത്തിയപ്പോഴേക്കും വീട്ടിലെ ആൾക്കാരെത്തിയപ്പോഴേക്കും ബാക്കി പണികളെല്ലാം തുടങ്ങി. അതായത് ക്രിസ്മസ് ട്രീ അല്ല, ക്രിസ്മസ് മുല്ലാണ് ഞങ്ങൾ ഇപ്രാവശ്യം. ഇത് ഇതെന്താ? അടുത്ത ട്രീ നോക്കട്ടെ. ഇത് കൊള്ളാം.
12 മണിയായി. 12 മണി ഒരാൾ വെക്കാൻ സമയം. ഹായ് ഹായ് പറയൂ. ഹായ്. അപ്പൊ ഇന്ന് ഡിസംബർ 25 ക്രിസ്മസിന്റെ അന്ന്. ക്രിസ്മസിന്റെ അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസ് ഉണ്ടായിരുന്നു. ഇന്നലെ വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ കൊണ്ടുവരുന്നാണ് അവർ പറഞ്ഞത്. കാരണം നമ്മൾ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയി പോയി. അമ്മ സന്തോഷം ഉണ്ടാ? സന്തോഷം. കുറെ നാളായി ഫ്രിഡ്ജ് സന്തോഷം. കുറെ നാളായി ഫ്രിഡ്ജ് മേടിക്കണം നീ ഇരിക്കുന്നത്. അപ്പൊ പറ്റണുണ്ടായിരുന്നില്ല. ഇപ്പഴാണ് അത് പറ്റിയത്. പറ്റിച്ചാണ് ആര് കാരണം ഞാനൊക്കെ കുടുംബം എന്താ ചെയ്യാ. ഞാനേ തല കണ്ടിട്ട് നോക്കണ്ട. കുളിച്ചു. പക്ഷെ കുളിച്ചാലും തല ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ എൻ്റെ തല ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫ്രിഡ്ജ് വരുന്നവരൊക്കെ എന്നിട്ട് അങ്ങനെ കൈയാട്ടി വിളിക്കണം. വഴിയറിയാണ്ട് ഞങ്ങള് വഴി കാട്ടാൻ നിക്കണുണ്ട്. അതെ അതെ. ക്രിസ്മസ് ആയാലും ഇതായാലും നമ്മൾ കറുപ്പിടുമ്പോൾ ഒരു പ്രത്യേക കറുപ്പിനഴക് ചോന്നമ്മ. ഫ്രിഡ്ജ് നീ ഇവിടൊന്ന് ഫ്രിഡ്ജ് വരാൻ പോണു. ഫ്രിഡ്ജ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം വെള്ളം വെക്കുന്ന വലിയ ആൾക്കാരായി പിള്ളേരൊക്കെ. വരണില്ല എന്നാ വരാത്ത വരുന്നു വരുന്നു വരുന്നു. വരുന്നേ. ഇഷ്ടായ ആൾക്കാര് കാണട്ടെ. ഫ്രിഡ്ജെത്തി ഫ്രിഡ്ജെത്തി ഫ്രിഡ്ജെത്തി. ഇതെന്ത് ഐസ്ക്രീം വണ്ടി വന്ന പോലെ. ഫ്രിഡ്ജെത്തി 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 ഫ്രിഡ്ജ് ഫ്രിഡ്ജ്. ഹലോ ഫ്രിഡ്ജെത്തി ഫ്രിഡ്ജ്. എന്നിട്ടാ വന്നേ ഫിഡ. ഇതെന്താണിത്? ഇതെന്തുണ്ട് ഇതിന്റെ ഉള്ളിൽ? എന്തുണ്ട് ഇതെന്താ ഇതിന്റെ ഉള്ളിൽ? എന്തുണ്ട് വീടാ? എന്റെ പെടുത്തി ഇതിന്റെ ഉള്ളിൽ. Oh my god. എന്താണ് മൊത്തം നീ? നിങ്ങള് ഇതുപോലെ എന്തെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഈ ചാനലില്. അതിനുവേണ്ടി മനസ്സിനും എല്ലാത്തിനും ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പണ്ടേ മുതൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാം. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോ എന്തൊക്കെയാ പറയണ്ടേ? ഇനി കുറച്ച് സൈലന്റ് ആവല്ലേ? അങ്ങനെയൊക്കെ. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കെ, ബൈ.